कैसे बताए क्यों तुझको चाहे यारा पता ना पाए बातें दिलों की देखो जो बाकी आंखें तुझे समझ आए तू जाने ना तू जाने ना ഇന്ന് മുന്നൂന്റെ ഡിജിറ്റിയും കല്യാണമാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു ഡേക്ക് വേണ്ടി നമ്മളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. സ്പെഷ്യൽ ഡേ ആണ്. അവരൊരു വലിയൊരു കമ്മിറ്റ്മെന്റ് നടത്താൻ പോവാണ്. നല്ല ഐശ്വര്യമായ ഒരു ലൈഫ് രണ്ടുപേർക്ക് ഉണ്ടാവട്ടെ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അതൊന്നും വേണ്ട, റോവാ പറഞ്ഞോ. എന്തായി രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ? അയ്യോ നല്ല തിരക്കാണ് രാവിലത്തെ ഒരുക്കങ്ങൾ. ടെൻഷൻ ഉണ്ടാ? ടെൻഷനൊന്നുമില്ല, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പാർലറിലേക്ക് പോവാ. അന്നമ്മതെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കണ്ട്. മേക്കപ്പ് ഇടാത്തോണ്ട് അവള് കണ്ടിങ്ങനെ അടച്ചേ. അതെ. അപ്പൊ ഇപ്പൊ എങ്ങടെ പോണത്? ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. ബ്യൂട്ടി പാർലറിൽ പോവാ. ബ്യൂട്ടീഷ്യൻ ചെയ്യാനുണ്ട്. സെറ്റ് ആയല്ലോ. ഫേഷ്യലൊക്കെ ചെയ്യണ്ടോ? ബ്യൂട്ടീഷ്യന്റെ ആവശ്യമില്ല. കാരണവന്മാരായിട്ട് ഒരുപാട് സൗന്ദര്യമുള്ളൂ. മേക്കപ്പ് ചെയ്യാനൊന്നല്ല, മുടി കെട്ടെ. കാരണവന്മാരെ എന്താണ് കാരണവന്മാര് കോലം ഭംഗിയുള്ള എന്റെ അപ്പനെ കാണിച്ചു കൊടുത്തു. മഴയില്ല, അതിന്റെ അനുഗ്രഹം മഴ പെയ്യാതിരിക്കണം, അത്രേ ഉള്ളൂ. പാർലറിൽ പോയിട്ട് ഈ കോലത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയൊക്കെ എല്ലാ ആൾക്കാർ കാണിക്കാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എനിക്ക് ഇതൊക്കെ തന്നെ കൊല്ലം. അറിയില്ല. കിട്ടും. പിന്നെ അത് ഞാൻ കണ്ടില്ല. പോവല്ലേ? പോയിട്ട് ഓൾ ദി ബെസ്റ്റ്. എന്റെ കാര്യം വിട്ടേക്ക്. അടക്കി ഇപ്പൊ ഒരു കല്യാണം കഴിച്ചിട്ട് വരാം. ഇതെന്താ ഇതിന് വേണ്ടി വന്നിട്ട് സംസാരിക്കാട്ടോ. മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് പിള്ളേർ വലുതായപ്പോ നാണം വന്നതാവും. അതെന്തിട്ടിട്ട് മൂടാ ഈ പൂച്ചകളെയാണ്. എന്താ കല്യാണം കൂടാൻ വന്ന രണ്ടുപേരും കൂടി എവിടേക്ക് ഇതൊക്കെ കിട്ടുന്നത് വരണത്? എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം, സൂപ്പർ. വെള്ളപ്പം, പിന്നെ ഇതിനെന്താ ഇസ്റ്റു. കറി എന്താ വേണ്ട എനിക്ക്? ഇസ്റ്റു മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്യാമറ ടീം എത്തിയിട്ടുണ്ട്. മുതലാളി നമസ്കാരം. സെറ്റ് അല്ലേ? ഇത് നടൻ വന്നിട്ടില്ല, പ്രധാന നടൻ എത്തിയിട്ടില്ല. ഇന്ന് പൊളിക്കും നമ്മള്. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഡ്രസ്സ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മുന്നൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർ വരും. ബ്രേക്ക്ഫാസ്റ്റ് കുറേ പേര് കഴിക്കുന്നുണ്ട്. ക്യാമറയും ടീമൊക്കെ എത്തി. ഇനി വേറെ ലെവലായിരിക്കും. കല്യാണത്തിൻ്റെതായ വൈബായിരിക്കും ഇനി വരാൻ പോണത്. ഇസ്ത്രീട്ട് തീർക്കട്ടടാ. ഇനി ടൈ കെട്ടാന്നുള്ള മാരകമായ ചടങ്ങാണ്. എടാ അച്ചു, നിനക്ക് ടൈ കെട്ടാൻ അറിയോ? അറിയില്ലേ? എടാ അവനറിയില്ലടാ, നിനക്കറിയോ? മുന്നു വന്നിട്ടില്ല കേട്ടോ. മുന്നൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ അപ്പോഴേക്കും ഡ്രസ്സിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കാന്ന് വിചാരിക്കാണ്. കൃഷ്ണ ഒരു മിനിറ്റ് ഇടാ. ഷബീർ വണ്ടി മാറ്റിയിട്ട് നീ പുറകിലേക്ക് എടുത്തോ. ഓക്കെ സെറ്റ്. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മണവാളന്റെ വണ്ടി. എൻ്റെ മോനെ പൂവും പൊക്കെയൊക്കെ വെച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പൊ ഷബീറിന്റെ വണ്ടി പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് വേണം ഈ വണ്ടി അകത്തേക്ക് കയറ്റാനായിട്ട്. വലിയ നമസ്കാരം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും രണ്ടു വാക്ക്? അടിപൊളി. അതാണ് ഇവിടെ നമ്മുടെ ക്യാമറ ടീം ഫുള്ള് ഉണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്, വീഡിയോഗ്രാഫർ ഉണ്ട്. അമർനാഥ് ബ്രോ അതാണ്. അപ്പൊ എല്ലാവരും സെറ്റ്. ഇതാരോ സിൽക്ക് സിന്ധയോ? അതല്ല. എടാ നീ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ടല്ലോടാ. ചുണ്ടിന്റെ കളറാ. ഡ്രസ് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു. ഇവേ ഇത് കണക്കിലോ സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താടാ ഇത്? ചുണ്ടൊക്കെ തുടുത്തിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് എൻഗേജ്മെന്റിനാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴോ മുടിയപ്പോ അഴിച്ചിടണല്ലേ നീ? അഴിച്ചിടണല്ലോ ഭംഗിയുണ്ട്. തലയുടെ ബാക്കിൽ ഒരു റിബണൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. വരണു. ചെക്കനെ ടൈ ഇടിക്കൽ കർമ്മമാണ് നടക്കാൻ പോണത്. നമ്മളുടെ ചടങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഒരു കോമഡി പറഞ്ഞിട്ടുണ്ട്, ബട്ടം കൂട്ടാൻ പറ്റുള്ളത്. ഷബീറ ഒന്ന് വന്നേ.
ശ്വാസം വലിക്കാൻ പറ്റുവാടാ നിനക്ക് ഈ ബട്ടൺ ഇട്ടിട്ട്? ആകെ കിട്ടാൻ അറിയുന്നത് ടൈം മാത്രം, താലിയിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് അവളുടെ മുടി? വിഗാന്ന് ആരും പറയില്ല നമ്മെ. ഗൈസ്, അപ്പൊ നമ്മുടെ ഫാമിലി ഫോട്ടോ സെഷൻ ആട്ടോ നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ ചെരുപ്പിടാത്ത കാരണമാണ്, അല്ല ഷൂ ഇടാത്ത കാരണമാണ് ഉയരക്കുറവ് തോന്നുന്നത്, അല്ലാതെ ഇവന് ഉയരുള്ളത് കൊണ്ടല്ല. ഈ വീട്ടിലെ അമിതാഭ് ബച്ചൻ ഞാനാണ്. कैसे बताए क्यों तुझको चाहे यारा पता ना पाए. അതിലൊരു മോടത്തെ ഓക്കെ. 1 2 3 ടേക്ക്. പറഞ്ഞു. അപ്പൊ നമ്മുടെ വെഡിങ് ഫോട്ടോഗ്രാഫി ഒരുവിധം എല്ലാം സെറ്റായി. ഇനി നമ്മൾ ഇവിടുന്ന് പള്ളിയിലേക്ക് പോകാൻ പോണേ. പള്ളിയിൽ എത്തിക്കുന്നത് മ്യാരകമായ കുറെ വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. പൊളിക്കും. വിഷ്വൽസ് വരുമോ? പൊളിക്കും. പറ്റില്ല, ഇതിൽ പറിച്ചിട്ടോളും. ഇതവിടെ മാല കവർ പൊട്ടിച്ച് വെച്ചാൽ മതി. എല്ലാത്തിനും ഇടാനുള്ളതാ. വലിപ്പ മുന്നിനെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഷാറുഖ് ഖാൻ. बातें दिलों की देखो जो बाकी आंखें तुझे समझ आए तू जाने ना. എങ്ങോട്ടാ? അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അമ്മ, മുന്നു, ഇവ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഫുൾ ഫാമിലി പള്ളിയിലേക്ക് ഇറങ്ങാൻ പോകും. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. കുറച്ചു ദിവസം മുമ്പ് നീ പറഞ്ഞ ഒരു മനസമ്മതം മൂളിയിട്ട് വരാന്നായിരുന്നു. മൂളാൻ പറ്റിയില്ല, അത് മറന്നുപോയി. ഇത് കെട്ടെന്നാ. അപ്പൊ ശരി, കെട്ടഴിയരുത്. ഓൾ ദി ബെസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ ഊട്ടിയാക്കി വെച്ചേക്കാം. ഒരു സ്റ്റെപ്പ് നീ ഇറങ്ങി നടന്നു എന്നിട്ട് കയറിക്കോ. നേരെ തുറന്ന് കയറിക്കോ. ആറ്റിറ്റ്യൂഡ്. എടാ സൂക്ഷിച്ച് മാത്രം ഉണ്ടാവും. ഇതാരാണ്? എന്റെ പൊന്നോ, കലക്കിയത്. ഗ്ലാസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞിട്ടാലോ നമുക്ക്? മുതലാളി പൊളിയുണ്ടല്ലോ. മോനെ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഗ്ലാസ് രാത്തിയ കാണട്ടെ. അടിപൊളി. നമസ്കാരം. ഇതാരാ? അളിയൻ. സുഖല്ലേ? ഹാപ്പി അല്ലേ? അതാണ്. ഓക്കെ. तू जाने ना. നമ്മള് തകർക്കല്ലേ, പിന്നെ പറയാനുണ്ടോ? മാസ്ക് വെച്ചിട്ട് കൂടുതൽ സുന്ദരിയായോ എന്നൊരു സംശയം. ഇവൾക്കാലോ ടെൻഷൻ മുഴുവൻ. ഹാപ്പിയാണ്. എക്സൈറ്റഡ് ആണോ? ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത മൊമെന്റ് അല്ലേ വരാൻ പോണേ? എന്താ ഇറങ്ങാത്ത താലി? ഹാപ്പി അല്ലേ? പിന്നല്ല, ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന മൊമെന്റ് അല്ലേ? അതെ, ഞാൻ ഒരുപാട് നാളായിട്ട് ഏകലവനെ കാണുന്നത്. ഭയങ്കര സന്തോഷം. എന്ത് ചെയ്തെങ്കില് എന്ത് പരിപാടിയാണ് കാണിച്ചേ? സിമ്പിൾ ഊരി എടുത്താണ് പെൻസിന്റെ. ഇയാളുടെ ഒരു കാര്യം. അപ്പൊ നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കാനും മുന്നുവിന്റെയും ഡിജിയുടെയും കാത്തിരുന്ന നമ്മുടെ കല്യാണത്തിന്റെ വൈബാണ് ഇനി ഓൺ ആവാൻ പോകുന്നത്. कैसे बताए क्यों तुझको चाहे यारा पता ना पाए. बातें दिलों की देखो जो बाकी आंखें तुझे समझ आए तू जाने ना. तू जाने ना. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു.
എടാ ഇത് നാളെയാണെന്ന് പറയണ പോലെ ഉണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം. ഇത് ആരേത് കൊടയുടെ ബാക്കില് അടിപൊളിയായിട്ടുണ്ടോ? ലുക്ക് ആയിട്ടുണ്ട്. അതെ ഇത് പിടിക്കാൻ ആള് വേണം. എന്തിനാ ഉമ്മം കൊടുക്കുമ്പോ കണ്ണട? റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്തേ. ഫുൾ ഓൺ ആയിട്ട് കറക്കോ ഇറട്ടെ. അതന്നെ അത്ര പൊക്കണ്ടോ ജസ്റ്റ് ഇങ്ങനെ. ഉണ്ട് കൊട. कहते खुदा ने इस जहां में ज़ोबी के लिए किसी ना किसी को है बनाया, हर किसी के लिए तेरा मिलना है उस रब का इशारा, मानो मुझको बनाया तेरे जैसे ही किसी के लिए। कुछ तो है तुझसे राबता, कुछ तो है तुझसे राबता। റീടേക്ക് അല്ലേ? അപ്പൊ നമ്മുടെ മാരേജ് അങ്ങനെ നടന്നിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഒരു താലി കെട്ടുന്ന സമയത്തൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. എന്റെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞു. ഭയങ്കര ഹാപ്പി. അപ്പോൾ അനിയന്റെ കല്യാണമല്ല, അപ്പോൾ അതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റ്, ഫുൾ ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഒരു വലിയൊരു സംഭവമാണ് നടന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ്. അവരുടെ സന്തോഷം അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ കുട്ടിയും കൂടി വരാണ്. നമുക്ക് നല്ലൊരു അനിയത്തിക്കുട്ടിനെ കിട്ടി. അപ്പൊ അതിന്റെ ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ ഹാപ്പിനെസ്. അതാണ് അങ്ങനെ ഫൈനലി സമീലേക്ക് എത്തി, പാത്തു എത്തി, ചിക്കു എത്തി, റിജു എത്തി, ജോർദാൻ എത്തി. ഓണാണ് അല്ല, ജോർദാൻ എത്തി. ഓക്കെ, ഇസക്കുട്ടി എത്തി. എല്ലാരും എത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു കല്യാണം? അങ്ങനെ പറഞ്ഞല്ലേ? പക്ഷെ അതില് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെക്കന്റെ വൈഫിനെ. എന്താ അറിയില്ല, അവർ കല്യാണം എന്ന് പറഞ്ഞ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും അജയന്റെ കണ്ണും കൈയും കാലും ഒക്കെ ഉണ്ടായിരുന്നു. സമീലൊക്കെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. അജയ് ചേട്ടൻ ഇവയും കൂടെ ഒരു സൈഡിൽ നിന്നിട്ട് വ്ളോഗ് ചെയ്യാം. അപ്പൊ ചിക്ക് പറയാ, ഇവിടെ ഇന്നും ഈ പള്ളിയിൽ ശരിക്കും 2 കെട്ട് നടന്ന പോലെ, കെട്ടുകൂടെ നടന്ന പോലെ ഉണ്ട്. ഋജുബ്ര എങ്ങനെയുണ്ട്? നമ്മളെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? കല്യാണം എങ്ങനെയായിരുന്നു ചിക്കു? ആണോ? ജോർദാൻ എന്ന് പറയണേ? ആണോ? ഇന്ന് ഇവിടെ വന്ന ഗസ്റ്റിന്റെയും ചെക്കന്റെയും എല്ലാരും കൂട്ടത്തിലും ഏറ്റവും അടിപൊളിയായി ഡ്രസ് ചെയ്തിരിക്കുന്ന നിങ്ങളെന്താ നമ്പൂതിരി ആയോ? അപ്പൊ നമ്മുടെ പള്ളിയിലെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഹോളിലെ ഫംഗ്ഷൻ. അതെ, അപ്പൊ പപ്പയുടെ കൂടെ നമ്മൾ ഹോളിലേക്ക് പോകാൻ പോവാണ്. ചെറുക്കനും പെണ്ണൊക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി റണ്ണിങ് ലേറ്റ് ഓഫ് ടൈം എന്ന് പറയാം. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഹോളിൽ എത്തിയിട്ട് അവിടുത്തെ കുറെ കിടിലം പരിപാടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മണവാട്ടി എടാ, സോറിടാ, ലേറ്റ് ആയി പോയി. ഇറങ്ങാനായി നിങ്ങള്? എടാ സെറ്റല്ലേ? എടാ എന്തൊരു സന്തോഷാടാ ഞങ്ങക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ കൂടി സന്തോഷം വരട്ടെ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ എന്ത് പറയണത്? ചില്ലറ കാര്യാണോ? വലിയ കാര്യാണ്. നമ്മളെ ബൊക്കെ എടുക്കണ്ടേ? ഞാൻ ബൊക്കെ പിടിക്കണോ? റെക്കോർഡിംഗ്. അപ്പൊ ചെറുക്കനും പെണ്ണും നമ്മുടെ ഹോളിൽ എത്തിയിട്ടുണ്ട്. അവരകത്തേക്ക് കയറ്റാൻ പോകാൻ ഇപ്പൊ ബൊക്കെ കൊടുത്ത് നമ്മൾ സ്വീകരിക്കും കേട്ടോ. മാലയൊക്കെ ഉണ്ടാവും. അമ്മയാണ് മാല ഇടുന്നത്. അപ്പൊ അതിന്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി അല്ലേ? അതാണ്. അങ്ങനെ നമ്മുടെ കമ്പിത്തിരി മത്താപ്പ് പ്രകടനമൊക്കെ കഴിഞ്ഞു. കൂത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഇനി ഇവർക്ക് പൊക്കയും മാലയും കൊണ്ട് സ്വീകരിക്കാൻ പോകാം. കൊരവിടണോ? പെണ്ണിനെ മാലയിലേക്കട്ടെ. ചെറുക്കിന് പൊക്കി കൊടുക്കട്ടെ. Wish you both a very happy married life. നിങ്ങൾക്ക് നാണമുണ്ടോ ചെറിയ ജ്യൂസ് കുടിക്കാൻ? അതാരും പറയല്ലേ. ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാ എടുക്കുമല്ലോ എനിക്ക് വരണം.
कैसे हम जाने हमें क्या पता कुछ तुझसे राबता रे कबीरा मान जा रे फकीरा यूं न जा आजा तुझको पुकारे मेरी परछाइयां रे कबीरा ചേച്ചിക്ക് എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം? എത്ര വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. മുന്നേ തെറ്റിച്ചാ ഞങ്ങളത് പിടിക്കും. ഇല്ല. രണ്ടാണോ? നിങ്ങൾ തീരുമാനമില്ല. ടീച്ചർ നോടാന്ന് ഞങ്ങൾ അറിയും. ഒതുക്കി. നല്ല വൈബല്ലടാ. ആ അതറിഞ്ഞ എനിക്കറിയണ്ട ഡാൻസ്. അതിന്റെ കൂടി കുറവുള്ളൂ ഇനി. നാണാവില്ല ആരും ഇല്ലാണ്ട് ഇവിടുന്ന് ഫുള്ള് കട്ടെടുത്ത് തിന്നാനായിട്ട്. मैंने पाया तुम्हें रब ने मिलाया तुम्हें होठों पे सजाया तुम्हें नग में सगाया तुम्हें पाया मैंने पाया तुम्हें सबसे छुपाया तुम्हें सपना बनाया तुम्हें नींदों में बुलाया तुम्हें पाया मैंने पाया तुम्हें रब ने मिलाया तुम्हें होठों पे सजाया तुम्हें नग में सगाया तुम्हें पाया मैंने पाया तुम्हें सबसे छुपाया तुम्हें सपना बनाया तुम्हें नींदों में बुलाया ഇത് കാണുമ്പോ പോപ്കോൺ ഓർമ്മ വന്നു. കണ്ടില്ല എത്രാമത്തെ ടേക്കാ? അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് സ്റ്റാൻഡേർഡ്. അപ്പൊ പോപ്കോൺ. ചെറുമുറി ചരമുറി എന്ന് പറഞ്ഞാൽ പോപ്കോൺ ഒന്നുമില്ലേ? പൊരിയല്ലേ പോപ്കോൺ? അപ്പൊ വീട്ടിലേക്ക് കിട്ടും. അതായിരിക്കും നല്ലത്. जानना कहते खुदा ने इस जाम ज़ोबी के लिए किसी ना किसी को है बनाया और किसी के लिए तेरा मिलना है उस रब का इशारा मानो मुझको बनाया तेरे जैसे ही किसी के लिए कुछ तो है तुझसे राबता कुछ तो है तुझसे राबता ഗൈസ്, അപ്പൊ നമ്മുടെ ഹോട്ടലിലത്തെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞാലേ? ഓൾമോസ്റ്റ് അല്ല, കഴിഞ്ഞു. Yes. പുറത്ത് കുറച്ച് മൺറോഡി എടുത്തിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കണേ. അതെ, രണ്ട് മൂന്ന് ഫോട്ടോ കൂടി കഴിഞ്ഞു. പക്ഷെ ഇനിയിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്താ പറയാ, അവരുടെ പാരന്റ്സ് ആണെങ്കിൽ ഇപ്പോഴേ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയി തുടങ്ങി. ഇമോഷണൽ അല്ല, അതിനങ്ങനെയല്ല പറയാൻ പറ്റുക. എന്ത് വേർഡ് വെച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ എത്രയായാലും ഒരു സങ്കടം ഉണ്ടാവില്ല. പിന്നെ സായിരിക്കും എങ്കിൽ പോലും ഒരു നമ്മുടെ എല്ലാ ദിവസവും അപ്പൊ അതിന്റെ കുറച്ച് സംഭവങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലെത്തിയിട്ട് അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവ എന്താ നീ സംഭവം? അയ്യോ, അവളെ പടി ആരാ നീയാണോ കേട്ടണേ? അത്രേ ആൾക്ക് പുതിയ മരുമോള് വരാൻ പോയാലോ? ഒരാളും കൂടി, പുതിയ മരുമോളല്ല, ഒരാളും കൂടി വരാൻ പോകും. कैसे बताए क्यों तुझको चाहे यारा पता ना पाए അകത്ത് വലത് കാല് വെച്ച് അങ്ങോട്ട് കയറിക്കോ രണ്ടുപേരും. രണ്ടും വേറെ അങ്ങോട്ട് തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അബയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. बातें दिलों की देखो जो बाकी आंखें तुझे समझ आए तू जाने ना तू जाने ना तू जाने ना जाने ना जाने ना जाने
അല്ലേ कहते खुदा ने इस जाम ज़ोबी के लिए किसी ना किसी को है बनाया हर किसी के लिए तेरा मिलना है उस रब का इशारा मानो मुझको बनाया तेरे जैसे ही किसी के लिए कुछ तो है तुझसे राबता कुछ तो है तुझसे राबता മറ്റേതൊക്കെ നമുക്ക് തുറന്നതിനൊക്കെ ഡിഗ്രിനെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. ഉണ്ടാവുന്ന അതിൻ്റെ ലാസ്റ്റ് വീടല്ലേ നീ ചെല്ലടാ. പിടിക്കാൻ അതെ സന്തോഷമൊക്കെ പോകുന്നതാ. कैसे बताए क्यों तुझको चाहे यारा बता ना पाए बातें दिलों की देखो जो बाकी आंखें तुझे समझ आए तू जाने ना तू जाने ना. കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മണിയറയുടെ ഡെക്കറേഷൻ പരിപാടികളാണ് ചെയ്യാൻ പോണത് അല്ലേ സുലൈഖ? അപ്പൊ മണിയറ ഒരുക്കാൻ പോവാണ്. മുന്നൂനും ഡിജിക്കും വേണ്ടിയിട്ട് അതിനുള്ള പുറപ്പാടിലും അതിലുള്ള പരിപാടികളുമാണ്. അപ്പൊ നിനക്ക് കണ്ടോക്കാട്ടോ. മുല്ലപ്പൂ വിതറിക്കൊണ്ടിരിക്കാട്ടോ ഇവിടെ. എടാ ആ പൂവിടല്ലേ, ആ പൂ കൊണ്ട് നമുക്ക് ഈ ഒരു ലവ് ചിഹ്നം താഴെ ഉണ്ടാക്കണം. താഴെ താഴെ ഫാൻ ഓഫ് ചെയ്യാം വെയിറ്റ്. അത് ഊതി വീർപ്പിച്ചിവിടെ നമുക്ക് ചുമരുമ്പോ ഒട്ടിക്കണം. പാത്തു രാത്രി ഉറങ്ങുമ്പോ പൊട്ടിയ നെട്ടിയണീക്കും. അവിടെ ഉണ്ടായിരുന്നില്ല ചേച്ചി. ഈ 2 ബലൂണേ കിട്ടിയുള്ളൂ. എന്ത് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത അതുണ്ടെങ്കിൽ ഓൻ എന്തെങ്കിലും ചെയ്യാറ്. ഗൈസ് എനിക്കൊരു ഏട്ടനുണ്ട്, ഓൻ ചെയ്തു വെച്ച ഇവയും റിജോട് ഇരുന്നിട്ട് അത്തപ്പൂക്കൾ ഇട്ടോണ്ടിരിക്കുകയാണ്. അല്ല ഞാൻ പീലവ് സെഡ് ഇവരിവിടെ കിടക്കാൻ പോവാന്ന് വിചാരിച്ചു. നല്ലായിരിക്കും. മൈദപ്പൊടി ഒന്നും ഇടണ്ടോ? ഫൈനലി നമ്മുടെ ദീപം കത്തിക്കുന്ന പരിപാടിയായിട്ട് ഇവിടെ നടക്കുന്നത്. അടിപൊളി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂം മേക്ക് ഓവർ ഓൾറെഡി കഴിഞ്ഞു. അടിപൊളിയായിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാവുമെന്ന് വിചാരിക്കണം. ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊരു കാഴ്ച കൂടി കാണിച്ചു തരാവേ. പൊളി വൈബ് എന്ന് വെച്ചാൽ അത് നല്ല രസമുണ്ട്. നൈസായിട്ടുണ്ട്. പൊളി വൈബായിട്ടുണ്ട്. അടിപൊളി വൈബായിട്ടുണ്ട്. വേണ്ട കസേരയിൽ 4 പോകുന്നു വേണ്ടി തന്നെ സെറ്റാണ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ല. വൈബ് എങ്ങനെയുണ്ട്? അപ്പം ഇത് ഫുള്ള് സെറ്റാണ്. അപ്പം ഇവിടെയും നമ്മൾ ചെറിയൊരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ഓ പാലും കാച്ചുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞു. നമ്മുടെ അടിപൊളി പരിപാടിയായിരുന്നു. ഹാപ്പി അല്ലടാ? തളർന്നിരിക്കട്ടെ രണ്ടുപേരും. ദൈവ പാലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വിവാഹ മംഗള ആശംസകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും. എല്ലാം സെറ്റാണ്. പോയിക്കോ. എടാ ഇവര് പോണു. യാത്ര പറ. 100 മീറ്റർ ഓടാൻ. എടാ ഇവ പാല ഡിജിക്ക് എടുത്തോ? നോക്കി തുറക്ക്. ബൈ ബൈ. വാതിലടച്ചോ? ഒന്ന് സൂക്ഷിക്കണേ.
ഫാൻ്റെ കുഴപ്പമില്ലടാ. ഇനി നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതിടാ. ബൈ ബൈ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കല്യാണത്തിന്റെ സ്പെഷ്യൽ വ്ലോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പൊ സമീലിക്കും പാത്തും റിജോയും ചിക്കും ജോർദാനും എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഇവ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോടി? എനിക്കിനി അടുത്ത വ്ലോഗിൽ ഞാൻ എന്തെങ്കിലും പറയും. ആ ഫോണല്ലേ അടിച്ചത്? അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന. ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ബൈ. ഒരു ബൈ ബൈ പറഞ്ഞേ. അമ്മേ ഒരു ബൈ പറയടോ. कैसे बताए क्यों तुझको चाहे यारा पता ना पाए बातें दिलों की देखो जो बाकी आंखें तुझे समझ आए तू जाने ना तू जाने ना तू जाने ना जाने ना